ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. ഇരുമുടി മൂവി അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ മൂവി കാണാൻ ആരും ഇല്ലാതെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാരെ പെറുക്കി 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 എടുത്തു വെച്ചിട്ടാണ് ഈ മൂവി കണ്ടത്. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഇതിനകത്ത് നായകനായിട്ടുള്ള നമ്മുടെ രവി തേജയുടെ പടം നമ്മൾ ഈ ഒരു ജോണർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിട്ട് നമ്മൾ ഒരിക്കലും പുള്ളിയെ എക്സ്പെക്ട് ചെയ്തില്ല. നമ്മൾ പുള്ളിയെ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല പുള്ളിയെ. മേ ബി പണ്ടത്തെ പടത്തിനകത്താണ് പുള്ളിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ, നോർമൽ സാധാരണക്കാരനുള്ള ഒരു ക്യാരക്ടർ. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഈ പടം കണ്ടപ്പോൾ എനിക്കൊരു വാവ് ഫാക്ട് ആണ് കിട്ടിയത്. കാരണം ഞാൻ പുള്ളിയെ അങ്ങനെ കണ്ടിട്ടില്ല. പുള്ളിക്ക് കുറച്ച് ഐറ്റം സോങ്സ് അല്ലെങ്കിൽ അങ്ങനെ 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 ഉള്ള കുറച്ചധികം എന്താ പറയുക എക്സ്ട്രാ ഓർഡിനറി ക്യാരക്ടറായിട്ടാണ് പുള്ളിയെ ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിനകത്ത് ഒരു പക്ക നോർമൽ പേഴ്സൺ, ഒരു അച്ഛൻ മകൾ കുറച്ചധികം എക്സ്ട്രാ ഓർഡിനറി ബോണ്ടിങ് ആയിട്ട് കാണിച്ച് ചെയ്യുന്നുണ്ട്. അവർക്കിടയിലുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ അതുപോലെ ഈ അയ്യപ്പൻ്റെ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ദെൻ അതുമായിട്ടൊക്കെ ഇവരുടെ ലൈഫ് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നാണ് ഞാൻ ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പടത്തിനകത്ത് അതുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. അതിനകത്തോട്ട് ഈ ഒരു വേറൊരു സാധനം കൂടെ കൊണ്ടുവന്ന് നമുക്ക് കണ്ട് നമുക്ക് എന്താ പറയുക, ഇതെന്റെ മോനെ പുള്ളിയെ കൊണ്ടപ്പോൾ ഇങ്ങനെയൊക്കെയും പറ്റും എന്നുള്ള രീതിക്ക് ചിന്തിക്കുന്ന ഒരു കിടുക്കൻ പടമാണ് എടുത്തു വെച്ചേക്കുന്നത്. ചെറിയ 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 ഫ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അത് നമുക്ക് വർക്ക് ആവാത്തതാണ്. തെലുങ്ക് നാട്ടിൽ അതൊക്കെ വർക്ക് ആയിക്കോളും, നമുക്കത് അത്ര കൊണ്ട് സൂചിക്കത്തില്ല. പക്ഷെ എന്നാൽ പോലും കണ്ടിരിക്കുക അവിടെ. പൊതുവേ ഞാൻ രവി തേജയുടെ പടങ്ങൾ ഞാൻ അങ്ങനെ ഒറ്റ സെർച്ചിലിരുന്ന് കാണുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ ഒന്ന് പോസ് അടിച്ച്, രണ്ട് പോസ് അടിച്ച്, മൂന്ന് പോസ് അടിച്ച്, മേ ബി ഒരു 5-6 പോസ്റ്റൊക്കെ വെച്ചിട്ടാണ് ഞാൻ പുള്ളിയുടെ പടം കണ്ടു തീർക്കാറുള്ളത്. പക്ഷേ ഒറ്റ സ്ട്രെച്ച് ചെയ്ത് കണ്ടു തീർത്തടെ, അതെന്നെ ഞാൻ സമ്മതിച്ചു. കാരണം എന്ന് വെച്ചാൽ അത് കാണാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ട് ഈ പടത്തിനകത്ത്. ഇപ്പൊ ശിവ നിർമ്മാണയാണ് പടം എടുത്തേക്കുന്നത്. പുള്ളിയെ നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നാനിയെ വെച്ചുകൊണ്ട് ടക്ക് ജഗദീഷ് എന്ന പടം പണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. 2021 എന്തോ ആണെന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ. സോ ആ പടം എനിക്ക് അത്ര സൂചിച്ചിട്ടില്ല. ആ പടം എനിക്ക് അത്രയും കൂടെ വർക്ക് ആയിട്ടില്ല. സോ ആ പടം എടുത്ത പുള്ളിക്കാരനാണ് ഈ പടം എടുത്തത്, അല്ലെങ്കിൽ ഇങ്ങനെയും പുള്ളിക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്കൊരു ഭയങ്കര ഒരു 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 വണ്ടടിച്ച സാധനമാണ്. സംഭവം കൊള്ളാൻ രസമാണ്, നിങ്ങൾ കണ്ടിരിക്കുക. പിന്നെ അതുപോലെ ഇതിനകത്ത് ജീവ പ്രകാശ് കുറച്ചധികം മ്യൂസിക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാട്ട് ഇച്ചിരി കൂടിപ്പോയെന്നുള്ള സംശയമുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പോഴത്തേക്ക് 5 മിനിറ്റ് ഗ്യാപ്പ് വിട്ട് 2 പാട്ടൊക്കെ വരുന്നുണ്ട്. അത് ഇച്ചിരി 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 ഒരു ഇതായിട്ടൊക്കെ തോന്നി. ഞാൻ പറഞ്ഞു വന്നതുപോലെ ഈ പടം കാണാൻ ആളില്ല, നിങ്ങൾ കാണണം. കാണണം. കാരണം നല്ല പടമാണ്. രവി തേജയുടെ നമ്മൾ യൂഷ്വലി കണ്ടിട്ടുള്ള പോലത്തെ അനസ കുണസ പടമല്ല ഇത്. ഇത് നല്ല രസമാണ്. കണ്ടിരിക്കാൻ നല്ല കിടുക്കൻ ഒരു പടമാണ്. ഭയങ്കര വലിയ എക്സ്ട്രാ ഓർഡിനറി കിടുക്കൻ സാധനം എന്നല്ല ഞാൻ പറഞ്ഞത്. പുള്ളിയുടെ ഇതുവരെ നമ്മൾ കണ്ട പടത്തിനെ വെച്ച് മച്ച് ബെറ്റർ പടമാണ്. പുള്ളി നമുക്ക് ഇങ്ങനെയാണ് ഇഷ്ടപ്പെടും. നല്ല രസമുണ്ട് പുള്ളി ഈ ഒരു ക്യാരക്ടർ കാണാനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര രസമുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടു നോക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ അച്ഛന്റെയും മകളുടെ ഒരു ബോണ്ടിങ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കുട്ടി ഉണ്ടാകുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് അഫെക്ഷൻ ഉണ്ട് മകളുമായിട്ട്. പിന്നെ അത് മാത്രമല്ല, പുള്ളിക്കാരൻ മറ്റുള്ള മക്കളെയും സ്വന്തം മകളുടെ ഉള്ള രീതിക്കാണ് കാണുന്നത്. സോ അതൊക്കെ വെച്ചുകൊണ്ടുള്ള വേറെ കുറച്ച് സാധനങ്ങളൊക്കെ കൂടെ ഇൻക്ലൂഡ് ആക്കിക്കൊണ്ടുള്ള ഒരു കിടുക്കൻ പടം നിങ്ങളെല്ലാം കണ്ടു നോക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ ആൾക്കാർ കുറവാണ് തിയേറ്ററിൽ. വളരെ ചുരുക്കം ചിലരേ ഉള്ളു പടം കാണാൻ വരുന്നത്. ഞാൻ തന്നെ കണ്ടത് എന്താ പറയുക, ഈ ആൾക്കാരെ പെറുക്കി പെറുക്കി എടുത്തിച്ചാണ് കണ്ടത്. 10 പേരില്ലെന്നുണ്ടെങ്കിൽ ചില തിയേറ്ററിലൊന്നും ഷോ പോലും നടത്തത്തില്ല. സോ അപ്പോൾ എന്തായാലും കണ്ടു നോക്കണം. നല്ല പടം. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഈ പടം കുറച്ച് ഹൗസ്ഫുൾ ഷോ കാണിക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു പടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തായാലും പോയി കണ്ടു നോക്കുക. ഓണത്തിന് കാണാൻ പറ്റിയ ഒരു തെലുങ്ക് നല്ല പടമാണ്. മറ്റേ ഐറ്റം സോങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല. അതൊന്നും പ്രതീക്ഷിച്ച് പോവേ വേണ്ട. നല്ലൊരു പടം കാണാം. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, മറ്റു ഭാഷകളിൽ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ പടമാണ് ഇരുമുടി. അപ്പോൾ അത്രേ ഉള്ളൂ.